Very interesting. Potan and Roshan are super. ഷാഹി എന്നുള്ള എഴുത്തുകാരനും സംവിധായകനും നമ്മൾ നിരാശപ്പെടുത്തില്ല. അത് ഹൃദയത്തിലേറ്റാവുന്ന ഒരു സിനിമ എന്നുള്ള രീതിയിൽ അത് അവതരണം കൊണ്ടും അല്ലെങ്കിൽ കഥാപാത്രങ്ങളുടെ പ്രത്യേകതകളുമുണ്ട്. പ്രത്യേകത എന്ന് പറഞ്ഞാൽ സാധാരണ മനുഷ്യരാണ് പോലീസുകാരും എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് തരുന്ന ഒരു ഇമോഷണൽ ഒരു ഡ്രാമ ത്രില്ലും ഒക്കെ ഉള്ളൊരു സിനിമയും കൂടിയാണത്. അത് തിയേറ്ററിൽ തന്നെ വന്ന് കാണുക, ആസ്വദിക്കുക. അടിപൊളി, ഭയങ്കര ഗ്രിപ്പിങ്ങും ഒരു രക്ഷയില്ല. ഉള്ളിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തീ കത്തുന്ന പോലെ അടിപൊളി കേട്ടോ. ആക്ടേഴ്സ് എല്ലാവരും ഗംഭീരമാക്കിയിട്ടുണ്ട്. ഷാഹി കബീർ സൂപ്പർ. പിന്നെ നമ്മുടെ ആക്ടേഴ്സ് ലീഡ് റോൾസ് ചെയ്ത ദിലീഷ് പോത്തനും റോഷൻ മാത്യു ഒക്കെ ഗംഭീരമായിട്ടുണ്ട്. പിന്നെ അടുത്ത് ബാക്കി വന്നിരിക്കുന്ന ഓരോ ആൾക്കാർ, ഇപ്പം എല്ലാവരും പേര് എടുത്തു പറയാൻ പറ്റില്ല, പക്ഷേ എങ്കിൽ പോലും നമ്മുടെ DYSPയുടെ റോൾ ചെയ്ത അരുൺ ചെറുകാവിൽ, പിന്നെ നമ്മുടെ നന്ദനുണ്ണി, സുധീകോപ്പ, ഇടയ്ക്ക് ലൈറ്റർ മൂവ്മെൻറ്റ്സും ഉണ്ട്. നമുക്ക് ഭയങ്കര റോ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും, നമ്മളത് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അതായത് പോലീസ് പാട്രോളിങ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യും സിനിമ കണ്ട. വൺ സിനിമയാണ്, കാണാം. നല്ല സിനിമ, ഭയങ്കര രസമായിട്ടുള്ള സിനിമ. നമ്മൾ പലപ്പോഴും പോലീസുകാരെ പുറത്തു നിന്നാണല്ലോ കാണുന്നത്. പുറത്തു നിന്നാണ് അവരുടെ ജീവിതവും അല്ലെങ്കിൽ അവരുടെ ഡ്യൂട്ടിയിൽ അവരെന്താ ചെയ്യുന്നത് അതൊന്നും നമുക്കൊരു ധാരണയില്ലല്ലോ. അപ്പോൾ ഇതൊരു പോലീസുകാരൻ തന്നെ തിരക്കഥ എഴുതിയിട്ട് ഭയങ്കര ക്വാളിറ്റി ഉണ്ട്. ഭയങ്കര ഒരു ഇൻറ്റൻസ് ആയിട്ടുള്ളൊരു പരിപാടിയാണ്, ഭയങ്കര ട്രൂത്ത്ഫുൾ ആയിട്ടുള്ള. ഇപ്പം ഭയങ്കര നോയ്സിയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഹാർഡ് കോർ കമേഴ്ഷ്യൽ സിനിമ സോണുള്ള സിനിമയല്ല, പക്ഷേ ഭയങ്കര ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു നമുക്ക് നല്ല ഇമോഷണൽ ട്രിപ്പൊക്കെ തരുന്ന ഭയങ്കര ട്രൂത്ത്ഫുൾ ആയിട്ടുള്ള ഒരു സിനിമ. നല്ലോണം ആക്ടിങ് കാര്യങ്ങളൊക്കെ നല്ല അടിപൊളി പടങ്ങളും. കാരണം ഇന്ന് നമ്മൾ പോലീസുകാരെ പലപ്പോഴും കുറ്റം പറയാൻ വളരെ എളുപ്പമാണ്. അത് ഏതൊരു യൂണിഫോമിലുള്ള ഫോഴ്സാണെങ്കിലും ശരി, അവിടെ നമ്മൾ കാണുന്ന ഈ ഒരു വളരെ ചുരുക്കം ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യുന്ന ആളുകൾക്ക് വരുന്നത് അവർ ഇന്ന് ജീവിതത്തിൽ ഫേസ് ചെയ്യുന്ന പല മാനസിക സംഘർഷങ്ങളും. അപ്പോൾ അതിനകത്ത് നല്ലൊരു സബ് ഇൻസ്പെക്ടറായിട്ട് വളരെ മെച്ചോർഡായി പോലീസിങ് എന്താണെന്നുള്ള നല്ലപോലെ വിവരമുള്ളൊരു പോലീസ് സബ് ഇൻസ്പെക്ടറായിട്ട് ദിലീഷ് പോത്തൻ എക്സൽ, വണ്ടർഫുൾ ആക്ടിങ്. ഞാൻ ആദ്യമായിട്ടാണ് ദിലീഷ് ഇത്രയും വളരെയധികം മനസ്സിൽ ടച്ച് ചെയ്യുന്ന ഒരു ക്യാരക്ടർ കണ്ടിരുന്നത്. അതേപോലെ തന്നെ റോഷൻ, ആ ഒരു സാധാരണക്കാരനായിട്ടുള്ള അധികം സർവീസ് ഇല്ലാത്തൊരു പോലീസുകാരൻ്റെ ആ ഒരു മെച്ചൂരിറ്റി അല്ലെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ഇന്നസെൻസ്, അത് റോഷൻ വണ്ടർഫുള്ളായിട്ട് കാണിച്ചിട്ടുണ്ട്. എവറി വൺ ആക്ടഡ് വെരി വെൽ. അതിനകത്ത് ആ വൃത്തിയായിട്ട പോലീസുകാരന്മാരായിട്ട് കാണിച്ചിട്ടുണ്ട്, നന്നായിട്ട് അഭിനയിപ്പിച്ചിട്ടുണ്ട്. ഇറ്റ് റിയലി ടച്ച് മീ. ഇറ്റ്സ് എ വണ്ടർഫുൾ ഫിലിം. താങ്ക് യു സോ മച്ച്. അത് ഡയറക്ടർക്കും കൊടുക്കുന്ന ഈ ക്രെഡിറ്റ് എഴുത്തുകാരനും. അതുകൊണ്ട് ഓൾ ദ ബെസ്റ്റ് ടു ദ പ്രൊഡ്യൂസേഴ്സ് ആൻഡ് ദ ഡയറക്ടർ ആൻഡ് ദ റൈറ്റർ ആൻഡ് ദ കംപ്ലീറ്റ് ആർട്ടിസ്റ്റ്. താങ്ക് യു. നന്നായിരുന്നു. നമ്മൾ ഒരുപാട് പോലീസ് സ്റ്റോറികൾ കണ്ടിട്ടുണ്ട്, അതെല്ലാം കുറച്ചുകൂടി ഇൻവെസ്റ്റിഗേറ്റീവ് അല്ലെങ്കിൽ ത്രില്ലർ സ്വഭാവമുള്ളതാണ്. പക്ഷേ ഇതൊരു വളരെ ഇമോഷണൽ കണ്ടൻറ്റുള്ളൊരു പോലീസ് സ്റ്റോറി ആദ്യമായിട്ടാണ് കാണുന്നത്. പോലീസുകാരുടെ ജീവിതം എന്താണ്, അവർ കടന്നു പോകുന്ന എന്താണ് ഇമോഷണൽ ഏരിയകൾ എന്തൊക്കെയാണെന്ന് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നമ്മളെ ഈ ത്രില്ലിംഗ് ആക്കുന്നതിൽ കൂടുതൽ നമ്മളെ വല്ലാതെ ഇമോഷണലി ഹോണ്ട് ചെയ്യുന്നൊരു സിനിമയായിരിക്കും ഇത്. എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ദിലീഷും റോഷനും ഓരോരുത്തരും ഗംഭീരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. മികച്ച സ്ക്രിപ്റ്റാണ്, നല്ല രീതിയിൽ അത് ഷാഹി വിഷ്വലൈസ് ചെയ്തിട്ടുണ്ട്. ഗംഭീര സിനിമയാണ്. പറഞ്ഞ ഷാഹിയുടെ പോലീസ് സ്റ്റോറീസ് എല്ലാം വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള നമുക്ക് പരിചിതമല്ലാത്ത പോലീസ് കഥകളാണ് പറഞ്ഞിട്ടുള്ളത്. അതേപോലെ തന്നെ നമുക്ക് അത്ര പരിചിതമല്ലാത്തൊരു ആസ്പെക്റ്റ് പറയുന്ന ഒരു സിനിമയാണ്. ഇപ്പോൾ എന്ത് ആഘോഷം വന്നാലും ഒക്കെ നമ്മൾ ഏറ്റവും സെക്യൂർഡായിട്ട് നമ്മുടെ ഫാമിലിയുടെ ഒപ്പം ആഘോഷിക്കുമ്പോൾ എല്ലാ ആഘോഷങ്ങളും നഷ്ടപ്പെട്ട് പല സങ്കീർണതകളിലൂടെ പോണ്ടി വരുന്ന പോലീസുകാരുടെ കഥ പറയുന്ന സിനിമയാണ്. ഷാഹിയുടെ സിനിമകൾ കണ്ടു സത്യം പറഞ്ഞപ്പോൾ നെഞ്ചുവേരെടുക്കുന്ന അവസ്ഥയാണ്. ഇപ്പോൾ കരുതിയിരിക്കുന്ന ആളുടെ സിനിമ കാണുമ്പോൾ വളരെ ടച്ച് ചെയ്തൊരു സിനിമയാണ്. ആർട്ടിസ്റ്റുകൾ നമുക്ക് എല്ലാവർക്കും അറിയാം, അത്രയും ബ്രില്യൻ്റ് ആയിട്ടുള്ള പെർഫോമേഴ്സാണ്, ഒരു കാസ്റ്റ് തന്നെയാണ് ഉള്ളത്. എല്ലാവരും അവരവരുടെ പാട്ട് ഏറ്റവും ഗംഭീരമാക്കിയിട്ടുണ്ട്. എല്ലാവരും തന്നെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. വളരെ ടച്ചിങ് ആയിട്ടുള്ള വളരെ ഗ്രിപ്പിംഗ് ആയിട്ടുള്ള ഒരു പോലീസ് സ്റ്റോറിയാണ്. എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് സിനിമ കാണണമെന്ന് അപേക്ഷിക്കുകയാണ്. തിയേറ്ററിൽ തന്നെ കാണാൻ ശ്രമിക്കുന്നു വിചാരിക്കുന്നു എല്ലാവർക്കും. മൂവി അടിപൊളി. നമ്മൾ നായാട്ട് കണ്ട് ഇറങ്ങിയതിന് ശേഷമുള്ള അതേ ഒരു മരവിപ്പും പെയിനുമാണ് റോന്ത് കണ്ടിറങ്ങിയപ്പോഴും. വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു പോലീസുകാരനും പുതിയതായിട്ട് ജോയിൻ ചെയ്ത ആളും
അവരുടെ ലൈഫിൽ വരുന്ന ആ ഒരു റോന്തിൻ്റെ ഇടയിൽ സംഭവിക്കുന്ന ഇവൻസും ഭയങ്കര ഹാർട്ട് ടച്ചിങ് ആണ്. അതുപോലെ തന്നെ സാധാരണക്കാരന് സിസ്റ്റത്തിനെ ഒരിക്കലും വെല്ലുവിളിക്കാൻ പറ്റൂല എന്നുള്ള ഒരു സത്യവും കൂടിയാണ് റോന്ത് കാണിച്ചു തരുന്നത്. എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി മൂവി കാണാം. ദിലീഷ് ഏട്ടൻ അതിഗംഭീരമായിട്ട് ക്യാരക്ടർ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ റോഷനും വൈഫായിട്ട് അഭിനയിച്ച ആളാണെങ്കിലും എല്ലാവരും ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്.